നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി. കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. ഇപ്പോൾ അരുൺ ശങ്കർ ചേരും കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അതെങ്ങനെ ശരിയാകും? ഈ ദിവ്യ ഉണ്ണിയെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ കൊടുത്തതാണ്. ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അത്തരമൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്. തീർച്ചയായിട്ടും മൃദംഗ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ്, അല്ലെങ്കിൽ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ദിവ്യ ഉണ്ണിയെ സംഘാടകർ ഉയർത്തിക്കാട്ടുന്നത്. ദിവ്യയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കാൻ വിളിക്കും എന്ന് പോലീസ് നമ്മളെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനിടയിൽ തന്നെ ദിവ്യ ഉണ്ണി ഇപ്പോൾ കേരളം വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി 11:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് പോയത്. അവർ കുറച്ചു നാളായിട്ട് അമേരിക്കയിലാണ് സ്ഥിരതാമസം. ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ് അവർ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയത്. ഇപ്പോൾ ഈ കേസും കൂട്ടുമൊക്കെ ആയതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യുമെന്ന്, അല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിൽ നിൽക്കാതെ പോലീസ് അക്കാര്യത്തിൽ കൂടുതൽ നടപടി സ്വീകരിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും ദിവ്യാനുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ദിവ്യാനുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ്. അരുൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പോലീസ് തന്നെ പറഞ്ഞിരുന്നു ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇവർ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്ത് വലിയൊരു ഉത്തരവാദിത്വമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതോ ബ്രാൻഡ് അംബാസഡർ എന്നതിനപ്പുറം ഒരു മുഖ്യ സംഘാടക എന്ന നിലയിൽ കൂടി ദിവ്യ ഉണ്ണി ഉണ്ടായിരുന്നു? അല്ല, ഈ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ കൂടുതൽ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ഈ പരിപാടിക്ക് വേണ്ടി അയച്ചിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ സാമ്പത്തിക പിരിവൊക്കെ നടത്തിയത്. അവരുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഘാടകർ ഈ പരിപാടി നടത്തിയത് എന്നുള്ളത് കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ വൻതോതിൽ വന്നതും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നതും. അപ്പോൾ അക്കാര്യത്തിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ദിവ്യ ഉണ്ണിക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. കാരണം ഈ 2ാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്, വഞ്ചന നടന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെ ദിവ്യയുടെ പങ്ക് എന്താണ് എന്നുള്ളത് പോലീസിന് വ്യക്തത വരുത്തേണ്ടതാണ്. പക്ഷേ ആ കാര്യത്തിൽ കാലതാമസം ഉണ്ടായി. ദിവ്യോണ്ണിക്ക് നോട്ടീസ് കൊടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായി. ആ കാലതാമസം മുതലെടുത്തുകൊണ്ട് ദിവ്യോണ്ണി അമേരിക്കയിലേക്ക് തിരികെ പോയിരിക്കുകയാണ്. ഇനി അവരുടെ മൊഴി എങ്ങനെ രേഖപ്പെടുത്തുമെന്നുള്ളതൊക്കെ ഒരു പ്രധാന ചോദ്യമായിട്ട് നിൽക്കുകയാണ്.